ശ്രീ മഹേഷ് പണിക്കർ, കാലഘട്ട നിർണയം എന്ന് പറയുന്നത് ഇപ്പൊ ഈ അന്വേഷണത്തിന്റെ പരിധിയിലൊക്കെ വരികയാണ് എങ്കിൽ അവിടെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു രേഖപ്പെടുത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ജസ്റ്റിസിനെ. അപ്പോൾ ഈ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ കാലഘട്ടം നിർണ്ണയിക്കുക എന്നതൊക്കെ അതിന്റെ പരിഗണനയിൽ വരിക എന്നുണ്ടോ? കാരണം അവിടെ നിന്ന് പോയത് തന്നെയാണോ അവിടെ തിരികെ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സംശയാസ്പദമായ സാഹചര്യമുണ്ട്. അദ്ദേഹം അവിടെ സന്ദർശനം നടത്തി. നമുക്കതങ്ങനെ ഈ നമ്മുടെ വെറും കണ്ണുകൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു രീതി? അല്ല, അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനകത്ത് സ്വർണം നമ്മളിപ്പോൾ 10 കിലോയുടെ ഒരു സ്വർണം പഴയത് അങ്ങോട്ട് മാറ്റിയിട്ട് അതേ 10 കിലോയുടെ സ്വർണം തിരിച്ചു വെച്ചാൽ അത് ഈക്വൽ ആകത്തില്ല. കാര്യം ഇതിനൊരു ഡിവൈൻ വാല്യൂ ഉണ്ട്, ഒരു ആൻറ്റിക് വാല്യൂ ഉണ്ട്. ഈ ഡിവൈൻ വാല്യൂയും ആൻറ്റിക് വാല്യൂയും അതതിൻ്റെ എക്സ്പേർട്സിനെ കൊണ്ട് ചില പവിഴങ്ങൾ, ചില രത്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതൊന്നും നമുക്കിപ്പം നോർമലി ഒരു രീതിയിൽ അങ്ങോട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം ഇത്ര ഗ്രാം ഉണ്ടോ, തൂക്കി ഇത്ര ഗ്രാം സ്വർണ്ണം തന്നെ ഉണ്ട്. അപ്പം അതതിൻ്റെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അങ്ങനത്തെ ചില തട്ടിപ്പുകളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇവരോടൊപ്പം, അതായത് സ്വർണ്ണത്തിൻ്റെ തൂക്കവും അളവും അതിൻ്റെ പ്യൂരിറ്റിയും ഒക്കെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ ഒരു ഡിവൈൻ വാല്യൂ, കാര്യം ഇത് എത്ര വർഷം ഇവിടെ ഇരുന്നതാണ്, ഇതല്ലേ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, അല്ലെ ഇതിൻ്റെ വർക്കിൻ്റെ പ്രത്യേകത എന്താണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളുടെ രണ്ട് കാര്യങ്ങൾ, അതുപോലെ ആൻറ്റിക് വാല്യൂ, പഴക്കമുള്ള വസ്തുക്കൾ, വളരെ പുരാതനമായിട്ടുള്ള. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ ആ യോഗദണ്ഡിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചത്. അതൊരു ചൂറിലായിട്ട്, കാര്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ട് അതൊരു ചെറിയ ചൂറിലായിരുന്നു. ഞാനെടുത്ത് അതിൻ്റെ പുറത്തുനിന്ന് ജസ്റ്റ് ഒരു 18 ചുറ്റി സ്വർണ്ണം കെട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ അത് ആക്ച്വലി എബണി എന്ന് പറഞ്ഞ മരം, അത് കരിങ്ങാലി എന്നൊക്കെ പറയും. കരിങ്ങാലിയുടെ മരത്തിനകത്ത് അത് ആനക്കൊമ്പിൻ്റെയൊക്കെ ഇതുള്ള കെട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ആക്ച്വലി എന്തിനായി യോഗി മരം, നമ്മൾ പഴയ മഹർഷിമാരെയൊക്കെ കാണുമ്പോൾ ഒരു വളഞ്ഞ ട്യൂണിങ് ഫോർക്ക് പോലെ മേളി വളഞ്ഞ ഒരു സന്യാസിയുടെ കയ്യിൽ അതും കാണും, ഒരു പാത്രവും കാണും, കമണ്ടലു എന്ന് പറയുന്നൊരു പാത്രവും കാണും, ഇതും കാണും. ഇവരെന്തിനാ ഇതുകൊണ്ട് കിടക്കുന്നത്? ഇത് ഇവരുടെ ഈ എടാ പെങ്കിള എന്ന് പറഞ്ഞ നാടികളിലേക്ക് അവർക്ക് വേറൊന്നുമില്ല, അവർ പ്രാണനിൽ കൂടെ സഞ്ചരിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രോമിനൻ്റ് മൂക്ക്, നമ്മളിപ്പോൾ ശ്വാസം വിടുമ്പോഴത്തേക്ക് ഒരു മൂക്കിൽ കൂടെ ആയിരിക്കും പ്രോമിനൻ്റ് ആയിട്ട് ശ്വാസം വരുന്നത്. അതിനെ സ്വിച്ച് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത്. ചിലപ്പോൾ ഇടത് കൈ വെക്കും, ചിലപ്പോൾ വലത് കൈ വെക്കും. ശാസ്താവിനെ സംബന്ധിച്ച് ശാസ്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ അയ്യപ്പൻ്റെ കാര്യമാണ് പറയുന്നത്. അയ്യപ്പന് കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള യോഗാഭ്യാസം, യോദ്ധാവിൽ നിന്ന് യോഗിയിലേക്ക് മാറിയതാണ്. അത് വളരെ ചെറിയ പ്രായത്തിൽ, ഒരു 16 വയസ്സൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം ഒരു യോഗിവര്യനായി മാറി. ആ യോഗിവര്യനോട് വെച്ചാൽ അദ്ദേഹത്തിന് ആയുധം വേണ്ട. അവിടെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിനകത്ത് വാളോ വരിജയോ അല്ലെ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല. അതിൻ്റെ അപ്പുറത്തൊരു യോഗിയിലോട്ട് അവസ്ഥയിലെടുത്ത് ഈ യോഗാവസ്ഥയിൽ എത്തുകയെന്ന് വെച്ചാൽ എല്ലാ ചരാചരങ്ങളെയും വന്യമൃഗങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തി. അത് ഇങ്ങനത്തെ ഒരു ടൂളാണ്. ഈ ടൂൾ വളരെ, അതൊരു ആയുധം തന്നെയാണ്. പക്ഷേ ആ ആയുധത്തിൻ്റെ ഉപയോഗം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മൂർച്ചയുള്ള അല്ലെ അങ്ങനെ ചെയ്യുന്നതല്ല. അതിനപ്പുറത്ത് ഇത് മാനസിക തലത്തിലുള്ള വളരെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു സംഭവമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ടൂൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലത്തെ ഒരു വില അത് അമൂല്യമാണ്. അതിനകത്തൊരു ഈ പറഞ്ഞ നമുക്കൊരു ഇത്ര ഗ്രാമിൻ്റെ സ്വർണ്ണം അല്ല ഇന്ന മെറ്റീരിയലിൻ്റെ വിലയോ അല്ല. അതിന് പകരം സ്വർണ്ണം കൊണ്ടൊരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ അത് ഈക്വലൻ്റ് ആകത്തില്ല. അതുപോലത്തെ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇത് അയ്യപ്പന് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിന് ഇത്രയാണ് വില, അത് മനസ്സിലാക്കുന്ന രീതിയിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കത്തക്ക രീതിയിലൊരു അന്വേഷണം അവിടെ നടക്കണം. അങ്ങനത്തെ ഒരു കണക്കെടുപ്പ് നടക്കണം. നമ്മളിപ്പോൾ സ്വർണ്ണം അന്ന് 100 കിലോ ഉണ്ടായിരുന്നു, ഇന്ന് 100 കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ടാലി ആകത്തില്ല. കാര്യം ആ 100 കിലോയിൽ ആ ഇപ്പം രാജാവ് കൊടുത്ത കാര്യമുണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണെങ്കിൽ മൺറോ സാഹിബ് കൊടുത്തൊരു വളയുണ്ട്. ഈ മൺറോ സാഹിബ് കൊടുത്ത വള അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്തോ അസുഖം വന്നപ്പോഴത്തേക്ക് പുള്ളി ആദ്യം കുറേ അതിൻ്റെ അക്കൗണ്ട്സ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഭാര്യയ്ക്ക് എന്തോ രക്തസ്രാവം പോലെ എന്തോ സംഭവം വന്നു. പുള്ളി മേടിച്ചിട്ട് തിരിച്ചൊരു വള, അതിൻ്റെ പരിഹാരമായിട്ടൊരു വള കൊടുത്തു. ആ വള മാറ്റിയിട്ട് അതേ തൂക്കത്തിൽ മറ്റൊരു വള അവിടെ വെച്ച് കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഒരു ആൻറ്റിക് വാല്യൂ വരുന്നില്ല. അതൊരു ആൻറ്റിക് പീസാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഈ യോഗദണ്ഡിൻ്റെ കാര്യം. ഞാൻ അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കാര്യം ഇതിനൊരു കണക്കെടുപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ അവിടുത്തെ വാഹനം, അതൊരു വെള്ളിയിലുണ്ടാക്കിയ വാഹനമാണ്. തന്ത്രദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. തന്ത്ര സംശയം അനുസരിച്ചൊക്കെ ശരിയാണ്. പക്ഷേ അതൊരു ആൻറ്റിക് വാല്യൂ ആണ്. ഒരു എത്രയോ നൂറ്റാണ്ട് ശബരിമല ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ മേളിലിരുന്ന മറുപടി പറയണം. ഇതിപ്പോ അങ്ങനെ വാദ്യവാഹനം മാറ്റുന്ന സമയത്ത് അത് അങ്ങനെ സൂക്ഷിക്കാൻ പാടുണ്ടോ? ഒരിക്കലും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് മറ്റെന്തെങ്കിലും ഉപകരണമാക്കി മണിയാക്കി അവിടെ ഒരു മറ്റൊരു അത് ഉടച്ചു വാർക്കണം. അദ്ദേഹം സൂക്ഷിച്ചില്ലെങ്കിൽ അത് പിന്നുള്ള കാലത്തും അത് പ്രശ്നമാണ്. കാര്യം അത് തട്ടിക്കൊണ്ട് പോകാനൊക്കെ ആൾക്കാർ വരും. നമ്മൾ പിന്നെ മറ്റൊരു വാർത്ത കേൾക്കണം, അതിൻ്റെ ഇത്ര കോടിക്ക് വിറ്റു, മറ്റേത് വിറ്റു എന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം അതിനൊരു വാല്യൂ വേറെയാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ ദേവന്റെ ഉപയുക്തമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പാത്രങ്ങളോ മണിയോ അല്ലെ മറ്റേ ജീവേലി ബിംബങ്ങളുടെ തേരോ ഒരുപാട് കാര്യങ്ങളായിട്ട് മാറ്റാൻ പറ്റും. വെള്ളിയല്ലേ അത്, ആ വെള്ളി എടുത്തിട്ട് വേറൊരു സ്ഥാനത്തോട്ട് മാറ്റാൻ പറ്റും, വേറൊരു ഉപകരണമായിട്ട് മാറ്റാൻ പറ്റും. അയ്യപ്പന് ഉപയോഗത്ത് അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മരമാണെ ദഹിപ്പിക്കും, ശിലയാണൊക്കെ എത്തിക്കൊണ്ട് കളയും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കുറേ ഇതൊക്കെ. നമ്മൾ പിന്നെ പഴയ ഒരു 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ കുറച്ച് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഗ്രന്ഥങ്ങൾ തന്ത്ര സംശയത്തിലും കുഴിക്കാട്ട് വെച്ചതിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഈ ബ്രാഹ്മണന് കൊടുക്കണം, പുള്ളി കാപ്പുണ്ടാക്കി ഇടണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കാപ്പുണ്ടാക്കി ഇടുവാണെങ്കിലും ഒരു 1-2 കുറച്ച് ഇതിൽ ഇട്ടിട്ട് ബാക്കി സാധാരണ അങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. ഈ നിയമങ്ങൾ വെച്ചിട്ടാണ് ഇവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു താന്ത്രികപരമായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള അവകാശമായിട്ടൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ബേസുകളുണ്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത്.